അമ്പലത്തിൽ പോകുന്നവരെല്ലാം സംഘികളാണ്. ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, ഒരാളുടെ പോസ്റ്റിൻ്റെ കമൻറ്റിൽ പോയിട്ടൊരു കമൻറ്റാണ്. നിങ്ങൾക്ക് അനുശ്രീ അറിയായിരിക്കും. അനുശ്രീ എന്ന് പറയുന്ന നടിയെ ഞാൻ ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അനുശ്രീ മലയാള സിനിമയിൽ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അനുശ്രീ ഏപ്രിൽ 1 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു ഉത്സവകാലം എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അനുശ്രീയുടെ വീടിനടുത്തുള്ള ഏതോ ഒരു അമ്പലത്തിൽ അനുശ്രീ പരിപാടിക്ക് പോകുന്നു. കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അനുശ്രീ അവിടെ ഇരുന്ന് പരിപാടിയൊക്കെ കാണുമ്പോൾ രസമുണ്ട് ആ ഫോട്ടോസ്. ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു, നേരത്തെ ശ്രദ്ധിച്ചാണ് ആ ഫോട്ടോ. അപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. നല്ല ഫോട്ടോയാണ്. അത് ഫോട്ടോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ കുറേ കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് മനോരമ ഓൺലൈനിൽ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഏത് അനുശ്രീയുടെ പ്രോഗ്രാമിൻ്റെ അമ്പലത്തിൽ നാട്ടിൻപുറത്ത് അനുശ്രീയുടെ നാട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ അനുശ്രീയുടെ പരിപാടി, ഒരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ പരിപാടി. ഈ ഒരു പരിപാടിയിലും അനുശ്രീ പങ്കെടുത്തിട്ടുണ്ട്. മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് പ്രശസ്തി വന്നാൽ പിന്നെ നാടും വീടും മറക്കുന്ന സെലിബ്രിറ്റികൾക്കിടയിൽ അനുശ്രീ വേറിട്ടു നിൽക്കുന്നുവെന്നാണ് ഒരു ആരാധകൻ കുറിച്ച് എന്നുള്ള രീതിയിൽ ആരാധകൻ്റെ കുറിപ്പെടുത്ത് വെച്ചിട്ടാണ് അവരിങ്ങനൊരു കമൻറ്റ് കൊടുത്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മനോരമ. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ. ഇതിൻ്റെ ഈ മനോരമയുടെ ആണെന്നുണ്ടെങ്കിൽ അനുശ്രീയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഇട്ടിരിക്കുന്നത് ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. ഞാൻ അയാളുടെ പേര് ഫുള്ള് പറയുന്നില്ല, അയാളുടെ പ്രൈവസി. ഒരു MLA സീറ്റ് വേണം എന്നുള്ള രീതിയിലാണ് അയാളുടെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. എന്ത് അമ്പലത്തിൽ പോകുന്നതാ? MLA സീറ്റിനാണോ? അത് കൊള്ളാമല്ലോ. അപ്പോൾ നിങ്ങൾ പള്ളിയിൽ പോകുന്നത് എന്തിനാ? നിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടല്ലോ. ഞാൻ ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ എന്തിനാണ് പോകുന്നത്? MLA സീറ്റിന് വേണ്ടിയാണ്. തിരിച്ചങ്ങനെ ചോദ്യം വരുത്തില്ലേ. മറ്റൊരാട്ടിരിക്കുന്ന കമൻറ്റ് സംഘികളും ഉത്സവവും എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ഒരാളോട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു സിനിമാ നടി അവരുടെ നാട്ടിൽ ഉത്സവ ഫോട്ടോയ്ക്ക് ഇട്ട കമൻ്റ് അല്ലേ, പൊട്ടുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് അതിനൊരു മറുപടിയായിട്ട് ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു നടി അവരുടെ നാട്ടിൽ അവരുടെ അമ്പലത്തിൽ വന്നിട്ട് ഒരു പരിപാടിയാണ്, അതിനിട്ട കമൻറ്റാണ് സംഘികളും ഉത്സവവും എന്നുള്ള രീതിയിൽ. അടുത്തൊരു കമൻറ്റ്, ഇമ്മാതിരി കോമാളിത്തരം ഈ ചേച്ചി മാത്രമേ ചെയ്യൂ, സിംപ്ലിസിറ്റി കാണിക്കാൻ എന്തൊരു പെടാപ്പാട്. എന്ത് സ്വന്തം നാട്ടിൽ അമ്പലത്തിൽ വന്നിട്ട് പരിപാടി കാണുന്നതാണോ സിംപ്ലിസിറ്റി? ഇതാണോ കോമാളിത്തരം? അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാരുടെ കമൻറ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഉണ്ണിമുകുന്ദനെയാണ്. നിങ്ങൾക്കറിയായിരിക്കും ഉണ്ണിമുകുന്ദൻ്റെ ഒരു വേട്ടയാടലറിയോ മലയാള സിനിമയിൽ? ഉണ്ണിമുകുന്ദനെ ഇവിടെ ഭീകരമായിട്ടാണ് ഈ നാട്ടിൽ ആൾക്കാർ വേട്ടയാടി. അതുപോലെ തന്നെയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഉണ്ണിമുകുന്ദനെ വേട്ടയാടുന്നത്. ഉണ്ണിമുകുന്ദൻ വിശ്വാസിയാണ്, അനുശ്രീയും വിശ്വാസിയാണ്. ഉണ്ണിമുകുന്ദൻ വിശ്വാസി ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ഹനുമാൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അറിയപ്പെടുന്ന ഒരു നടൻ വന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടും. അത് വലിയ വിവാദമാണെന്ന് നമ്മൾ കണ്ടു. ഉണ്ണിമുകുന്ദൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വിവാദം, ഉണ്ണിമുകുന്ദൻ പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ വിവാദം. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കാര്യം പറയുന്നത് അല്ല, BJPയുടെ നാഷണൽ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ പോയി കണ്ട കാര്യമല്ലേ പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, വിവാദം. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചില ആൾക്കാർ എന്നിട്ട് കച്ചറ ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, കമൻറ്റ് ബോക്സിൽ പൊട്ടിത്തെറിക്കുക, അങ്ങനെ പല പരിപാടിയുണ്ട്. അവസാനം എന്ത് പറ്റി? ഈ വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ണിമുകുന്ദനെ സംഘി എന്ന് വിളിച്ച് അവസാനം ലാസ്റ്റ് ഒക്കെ എന്നിട്ട് മാർക്കോ എന്ന് പറഞ്ഞൊരു വമ്പം ഹിറ്റ് അടിച്ചിട്ട് പാൻഡിയൻ ലെവലിൽ ആ പടം ഒഴുകി. അങ്ങനെ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ ഓക്കെ നിൽക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയി നോക്കണം. ഈ മോഹൻലാൽ ഒരു വിശ്വാസിയാണ്, ഭയങ്കര വിശ്വാസിയാണ് പുള്ളിക്കാരൻ. ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു വഴിപാട് നടത്തി കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കുറേ ആൾക്കാർക്ക് സയൻസ് പഠിപ്പില്ല. എന്തിന്? ഈ സയൻസ് പഠിപ്പിക്കുന്നവരുടെ ആൾക്കാരുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര മതവിശ്വാസി. ഓരോന്നൊക്കെ എടുത്ത് ഷെയർ ചെയ്തിട്ടേക്കുന്നതാണ് ആ പ്രൊഫൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര വിശ്വാസം. അപ്പോഴാണ് മോഹൻലാൽ അപ്പുറത്ത് അമ്പലത്തിൽ പോയി ഒരു വഴിപാട് ചെയ്യുന്നതാണ് അന്നേരത്ത് ഇവിടെ കുരുപൊട്ടുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇതിനകത്ത് കോമഡി ഞാൻ പറഞ്ഞത് എംബ്രാൻ വിവാദത്തിൻ്റെ സമയത്ത് ഈ മോഹൻലാലിനെയൊക്കെ അത്യാവശ്യം അങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ടീമൊക്കെ ഉണ്ടായിരുന്നു. ഈ ടീമൊന്നും ആദ്യത്തെ 2-3 ദിവസം ഒന്നും ഈ പടത്തിന് ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. വിവാദം ഉണ്ടായപ്പോഴത്തേന് ഈ സംഘികളെല്ലാം കൂടെ കിടന്ന് ബഹളം വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പോയി പടം കണ്ടു. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ മമ്മൂക്കയുടെ അത്രയും പടവും ഹിറ്റും ഒന്നുമില്ല, എല്ലാ പടം പൊട്ടിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതേ മോഹൻലാലിൻ്റെ സിനിമ ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്നുള്ള രീതിയിൽ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അന്ന് കളിയാക്കിയൊരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പ്രതിഷേധമാണോ അല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾ പോയി കണ്ടു ലാലേട്ടൻ്റെ പടം കണ്ട് അടുത്ത കാലത്ത് മമ്മൂക്കയ്ക്ക് ഇത്രയും കളക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. മോഹൻലാലിനാണ് കളക്ഷൻ ഉണ്ടായി. അപ്പോൾ അത്രയും വലിയൊരു ഹിറ്റിലേക്ക് ഈ സാധനം എത്തിച്ചു. മോഹൻലാലിൻ്റെ കരിയറിൽ വേറൊരു പൊൻതൂവൽ കൂടി എത്തി
എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇപ്പം പഴയ പോലെ സംഖ്യവിളിയൊന്നും ആൾക്കാർ ആക്ഷേപമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. പണ്ടൊക്കെ BJP ഒന്നും കേരളത്തിൽ ഇല്ലാത്ത സമയത്ത് BJP എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര നാണക്കിടക്കായിരുന്നു. ഇപ്പോൾ സംഘി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതലും ഇടതുപക്ഷക്കാരായിരുന്നു സിനിമ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലൊക്കെ. പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ടായി, BJPക്കാരില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം നാഷണൽ ലെവൽ 10-11 വർഷമായിട്ട് മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ BJPയിലേക്ക് പോയി. 20% വോട്ടുള്ള പാർട്ടിയായി അവരിപ്പം കലാമേഖലയിലും സാംസ്കാരിക മേഖലയിലും അവർക്ക് അവരുടെ സ്വാധീനമുണ്ട്, അവരുടേതായ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉണ്ണിമൂന്നിനെയൊക്കെ സംഘിന്ന് വിളിച്ച് കളിയാക്കി ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് ഉണ്ണിമൂന്നിൻ്റെ മാളികപ്പുറം പടം വന്നത്. അതിനകത്ത് എന്തൊക്കെ ബഹളമായിരുന്നു. അതുപോലെ തന്നെ മേപ്പടിയൻ സിനിമയ്ക്കകത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, ഈ നാട്ടിലെ സംഘികളൊക്കെ ബസ് വാടകയ്ക്ക് എടുത്ത് ആൾക്കാരെ കൊണ്ടുപോയിട്ട് മാളികപ്പുറം പോലെ പടങ്ങൾ കടിച്ചു. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ BJPക്കാർ ആളെ ഇറക്കുന്നത് അവർ ഭയങ്കരമായിട്ട് പോയിട്ട് തിയേറ്ററിൽ പോയി ഓരോരുത്തരും പടം കണ്ടു, ആൾക്കാർ കൂട്ടമായിട്ട് വന്ന് പടം കണ്ടു. അങ്ങനെ ആ പടം കയറി ഹിറ്റായി. ആർക്ക് നേട്ടം? ഉണ്ണിമൂന്നിന് നേട്ടം. അപ്പം നിങ്ങൾ സംഖ്യ വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഇവരും സംഘടിതമായ രീതിയിൽ വോട്ട് ബാങ്കായി. അതുപോലെ തന്നെ സിനിമാ മേഖലയിലും അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ മേഖലയിലെല്ലാം BJPക്കാർ കടന്നു കയറിയിട്ടുണ്ട്. അവർക്കിന്ന് സിനിമ എടുക്കാൻ വേറെ ആരുടെയും അനുവാദമോ ഒന്നും വേണ്ട. കാരണം അവരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക്. അവരെ ഇപ്പോൾ മാറ്റി നിർത്തുന്ന പരിപാടിയില്ല. പണ്ടൊക്കെ തൊട്ടുകൂടായ്മയുണ്ട്. മോദി വരാൻ നേരത്തെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഗുജറാത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്നു ശിവഗിരി വരുന്നു. തൊട്ടുകൂടായ്മയായിരുന്നു. പുള്ളിയുടെ കൂടെ ആരും പോയിരിക്കില്ലെന്ന് പറഞ്ഞു. അവസാനം തൊട്ടടുത്ത വർഷം പുള്ളി പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ബൊക്കെയൊക്കെ ആയിട്ട് എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോകും. ഇത്രയുള്ള കാര്യം. ഇപ്പോൾ പഴയ പോലെ ഈ സംഘി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനങ്ങ് ഇല്ലാതായി പോകും എന്നൊക്കെ ഒരു ചിന്ത പണ്ട ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല. അപ്പം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് എന്നുള്ള രീതിയിൽ അവരും ബിസിനസ് വളർത്താനുള്ളൊരു സ്പേസായി മാറി എന്നുള്ളതാണ് സത്യം. ഈ അമ്പലത്തിൽ പോകുന്നവരെ സംഗീതം വിളിക്കുന്ന ഒരുമാതിരി പന്നപ്പരിപാടിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും. ഇത് അനുസരിയുടെ കമൻറ്റ് ബോക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കുത്തിത്തിരിപ്പ്. ഞാൻ ആ കുത്തിത്തിരിപ്പ് കണ്ടുകൊണ്ടൊരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്ത് പിന്തുണയ്ക്കുക. താങ്ക് യു.